സ്റ്റുഡൻസ്, പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ റിസ്ക് എന്തൊക്കെയാണ്, റിസ്ക് മാനേജ്മെൻറ്റ് എന്നാൽ എന്താണ്, റിസ്ക് മാനേജ്മെൻറ്റ് പ്രോസസ്സ് ഏതൊക്കെയാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഡെറിവേറ്റീവിനെ കുറിച്ചാണ്. ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞു റിസ്കിനെ മാനേജ് ചെയ്യേണ്ടതാണ് അല്ലേ. റിസ്കിനെ പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കുവാൻ സാധിക്കില്ല. വി കനോട്ട് കംപ്ലീറ്റ്ലി ഇഗ്നോർ ദ റിസ്ക്. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, റിസ്കിനെ ഒഴിവാക്കുവാൻ സാധിക്കില്ല. വി ക്യാൻ റെഡ്യൂസ് ഓർ വി ക്യാൻ മെയിൻറ്റെയിൻ ദ റിസ്ക് അറ്റ് എ പർട്ടിക്കുലർ ലെവൽ. ഒരു നിശ്ചിത ലെവലിൽ എന്ത് ചെയ്യാം, നമുക്ക് റിസ്കിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനാണ് സാധിക്കുക. ഫോർ ദ പർപ്പസ് ഓഫ് റിസ്ക് റിഡക്ഷൻ, റിസ്ക് റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, റിസ്കിനെ കുറക്കുന്നതിന് വേണ്ടിയിട്ട്, റിസ്കിനെ എലിമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അല്ലേ. നമുക്കറിയാം വ്യത്യസ്തമായിട്ടുള്ള ഇൻസ്ട്രുമെൻസുകളുണ്ട്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻസുകൾ നിലവിലുണ്ട്. ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ബോൺഡ്സ്, ട്രഷറി ബില്ല്, കോൾ മണി, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് പോലെയുള്ള ക്യാപിറ്റൽ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റുകൾ നമുക്കറിയാം. എന്നാൽ ഇവയോരോന്നിനും അതിൻ്റേതായിട്ടുള്ള റിസ്ക്കുകളുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചു ഹെഡ്ജിങ് എന്ന് പറയുന്നൊരു കാര്യം അല്ലേ, റിസ്കിനെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ റിസ്കിനെ എലിമിനേറ്റ് ചെയ്യാൻ, റിസ്കിനെ ഒഴിവാക്കാൻ, റിസ്കിനെ റെഡ്യൂസ് ചെയ്യുവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു മാർഗത്തെക്കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത്. അതാണ് ഡെറിവേറ്റീവ്സ് എന്നറിയപ്പെടുന്നത്. ഡെറിവേറ്റീവ് എന്ന് പറയുന്ന ഒരു പുതിയ സംഗതിയൊന്നുമല്ല, ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു സംഗതി തന്നെയാണ്. പണ്ട് കാലത്ത് അത് വേറെ രൂപത്തിലായിരുന്നു, ഇന്ന് ഒന്നും കൂടി അത് സ്ട്രക്ചേർഡായിട്ട് ഒന്നും കൂടി ലീഗലി ആയിട്ടുള്ള കാര്യങ്ങളായി മാറിയെന്ന് മാത്രം. സോ നമുക്ക് നോക്കാം. നമുക്കറിയാം മാർക്കറ്റിൽ എപ്പോഴും ഫ്ലക്ച്വേഷനാണ്. മാർക്കറ്റിൽ എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, റിസ്ക് ഒരു ഭാഗമാണ്. നമുക്കെന്ത് ചെയ്യണം, റിസ്കിനെ ഹെഡ്ജ് ചെയ്യണം, റിസ്കിനെ ഒഴിവാക്കണം പരമാവധി. അപ്പോൾ എന്ത് ചെയ്യണം, റിസ്കിനെ ഹെഡ്ജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ പല ഇൻസ്ട്രുമെൻസുകൾ ഉപയോഗിക്കുന്നു. ഫോർ ഹെഡ്ജിങ് ദ റിസ്ക് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആർ യൂസ്ഡ്. ദ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആർ നോൺ ആസ് ഡെറിവേറ്റീവ്സ്. ഡെറിവേറ്റീവ് എന്നറിയപ്പെടുന്ന ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റാണ് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നത്, റിസ്കിനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഹെഡ്ജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നോക്കാം. Derivative are the financial instruments or contracts whose value derived from the value of their underlying asset. Derivative എന്ന് പറയുന്നത് ഒരേ സമയം ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആയിട്ടും, അതായത് ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ് ഷെയർ, ബോണ്ട്, അണ്ടർലൈങ് അസറ്റ് പോലെയുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആയിട്ട് പരിഗണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓർ കോൺട്രാക്ട്സ്, കരാറുകളായിട്ട് പരിഗണിക്കുന്നുണ്ട്. ഡെറിവേറ്റീവ്സ് ആർ ദി ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഓർ കോൺട്രാക്ട്സ്. ഇപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, ഡെറിവേറ്റീവ് ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണോ കോൺട്രാക്റ്റ് ആണോ? നിങ്ങൾക്ക് പറയാം രണ്ടുമാണ്. ഡെറിവേറ്റീവ്, കോൺട്രാക്റ്റ്. ഡെറിവേറ്റീവ്സ് എന്താണ്, അത് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സുമാണ് ഒരേ സമയം, അതുപോലെ തന്നെ എന്താണ്, കോൺട്രാക്റ്റുമാണ്. ഹൂസ് വാല്യൂ ഡിറൈവ്ഡ് ഫ്രം ദ വാല്യൂ ഓഫ് അണ്ടർലൈങ് അസറ്റ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഡെറിവേറ്റീവ് എന്ന് പറയുന്ന ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് അല്ലെങ്കിൽ കോൺട്രാക്റ്റ്, അതിൻ്റെ വാല്യൂ ഡിറൈവ് ഉണ്ടായിട്ടുള്ളത് ഫ്രം ദ വാല്യൂ ഓഫ് ദെയർ അണ്ടർലൈങ് അസറ്റ്. അണ്ടർലൈങ് അസറ്റിൽ നിന്നുമാണ് അത് ഉണ്ടായിട്ടുള്ളത്. വാല്യൂ ഡിറൈവ്ഡ് ഫ്രം ദി വാല്യൂ ഓഫ് അണ്ടർലൈങ് അസറ്റ്. ഒരു ഡെറിവേറ്റീവിൻ്റെ വാല്യൂ ഉണ്ടാകുന്നത് മറ്റൊരു അണ്ടർലൈങ് അസറ്റിൽ നിന്നാണ്. ദ അണ്ടർലൈങ് അസറ്റ് മേ ബി എനിത്തിങ്. അണ്ടർലൈങ് അസറ്റ് എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, അണ്ടർലൈങ് അസറ്റ് എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, അണ്ടർലൈങ് അസറ്റ് എന്തും ആവാം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പറയുന്നത് എന്താണ്, ദ അണ്ടർലൈങ് അസറ്റ് മേ ബി. അപ്പോൾ ഈ അണ്ടർലൈങ് അസറ്റ് പറഞ്ഞാൽ എന്താണ് നമുക്ക് നോക്കണം. അപ്പോൾ ഈ അണ്ടർലൈങ് അസറ്റ് പറഞ്ഞാൽ എന്താണ്, അണ്ടർലൈങ് അസറ്റ് ഈസ് ദ ബേസ് ഫോർ ഡെറിവേറ്റീവ്സ്. ഡെറിവേറ്റീവ്സിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്, അണ്ടർലൈങ് അസറ്റ്സ് ആണ്. അണ്ടർലൈങ് അസറ്റ് മേ ബി എനിത്തിങ്. അണ്ടർലൈങ് അസറ്റ് എന്ത് സാധനമാവാം. വാല്യൂ ഉള്ള ഏതൊരു വസ്തുവിനെയും നമുക്ക് എന്ത് വിളിക്കാം, അണ്ടർലൈങ് അസറ്റ് എന്ന് വിളിക്കാം. ഇറ്റ് മേ ബി ഇൻട്രസ്റ്റ് റേറ്റ്, ഒന്നുകിൽ പലിശ നിരക്കാവാം, അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ്, അല്ലെങ്കിൽ ഗോൾഡ്, സിൽവർ റേറ്റ്, കൊമോഡിറ്റി റേറ്റ് ലൈക്ക് വീറ്റ്, റൈസ്, അതുപോലെ ഇക്വിറ്റി ഷെയർസ്, സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സുകൾ, BSE സെൻസെക്സ്, NSE നിഫ്റ്റി പോലെയുള്ള
സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സുകളാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് ഇൻസ്ട്രുമെൻറ്റുകളാവാം. അണ്ടർലൈയിങ് അസറ്റ് ഈ പറയുന്നവയിൽ ഏതുമാവാം, വാല്യൂ ഉള്ള ഏത് വസ്തുവും ആകാമെന്നാണ് പറയുന്നത്. അപ്പോൾ കിട്ടിയല്ലോ. അപ്പോൾ എന്താ പറഞ്ഞാൽ അണ്ടർലൈയിങ് അസറ്റ് എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള വസ്തുക്കളാവാം, വാല്യൂ ഉള്ളൊരു വസ്തുവായാൽ മതി. ഡെറിവേറ്റീവ് എന്ന് പറയുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റാണ്. അതിൻ്റെ വാല്യൂ ഡിറൈവ് ചെയ്തിട്ടുള്ളത് മറ്റൊരു അണ്ടർലൈയിങ് അസറ്റിൻ്റെ വാല്യൂവിൽ നിന്നാണ്. മാർക്ക് റൂബിൻസ്റ്റെയിൻ എന്ന് പറയുന്ന ഒരാൾ ഡെറിവേറ്റീവ് എന്ന് പറയുന്ന വാക്ക് ഫിനാൻസിൽ ഉപയോഗിച്ചു. 1976 ഒരു ആർട്ടിക്കിളിൽ അയാൾ ഇതിനെക്കുറിച്ച് പ്രതിപാദിച്ചു. The word derivative is derived or originated from the mathematics. Derivatives എന്ന് പറയുന്ന പദം മാത്തമാറ്റിക്സിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്, കണക്കിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. It refers to a variable that derived from the another variable. മാത്തമാറ്റിക്സിൽ ഡെറിവേറ്റീവിനെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? ഇറ്റ് refers to a variable. അതൊരു വേരിയബിൾ ആണ്. ഇറ്റ് ഹാസ് ബീൻ ഡിറൈവ്ഡ് ഫ്രം അനദർ വേരിയബിൾ. മറ്റൊരു വേരിയബിളിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു വേരിയബിളാണ് ഏത്? ഡെറിവേറ്റീവ് എന്നറിയപ്പെടുന്നത്. സയൻസിൽ പറയുന്നത് എന്താണ്? ഡെറിവേറ്റീവ് ഈസ് എ സബ്സ്റ്റൻസ് മെയ്ഡ് ഫ്രം അനദർ. മറ്റൊന്നിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് എന്ത്? ഡെറിവേറ്റീവ് എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഡെറിവേറ്റീവ് റിസ്കിനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അവിടെ എന്തുണ്ട്? അതിൻ്റെ വാല്യൂ ഉണ്ടാവുന്നത് മറ്റൊന്നിൽ നിന്നാണ്. ഡെറിവേറ്റീവ് നിങ്ങൾക്ക് ഒന്നും കൂടി അതിന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറയാം. ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഡിറൈവ് എന്ന വാക്ക് എടുക്കുക. ഡിറൈവ് എന്ന വാക്ക് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഡിറൈവ് എന്ന വാക്ക് ശ്രദ്ധിക്കുക. ഡിറൈവ് എന്ന് വെച്ചാൽ എന്താണ്? ഉദ്ഭവിക്കുക എന്നുള്ളതാണ്. അതായത് ഒന്നിൽ നിന്നുണ്ടാകുന്നത്, ഒന്നിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണെന്ത്? ഡെറിവേറ്റീവ്. ഡിറൈവ് ചെയ്യുന്നു, ഡിറൈവ്ഡ് ഫ്രം സംതിങ്. എന്തെങ്കിലും ഒന്നിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന, ഉദ്ഭവിക്കുന്ന, ഉണ്ടാകുന്ന ഒന്നാണ് ഏത്? ഡെറിവേറ്റീവ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ കിട്ടിയോ? ഡിറൈവ്. ഇറ്റ് ഹാസ് നോ ഇൻഡിപെൻഡൻറ്റ് വാല്യൂ. നമ്മൾ ഇത്തിൽ കണി പറയുന്ന പോലെ ഇതിൽ കണിക്ക് സ്വന്തമായിട്ടൊരിതുണ്ടാവില്ല. മറ്റുള്ള മരങ്ങളിലും മറ്റുള്ള ചെടികളിലും ഒക്കെ പറ്റിപ്പിടിച്ചിട്ടാണ് അത് വളരുന്നത്. സ്വന്തമായിട്ട് അതിന് നിലനിൽപ്പില്ല. മറ്റുള്ള മരങ്ങളുടെയും മറ്റുള്ളതിൻ്റെയൊക്കെ എന്ത് ചെയ്യുന്നു? പോഷക സാധനങ്ങൾ എന്ത് ചെയ്യുന്നു? എടുത്തുകൊണ്ട് അകത്താക്കിക്കൊണ്ട് അത് ജീവിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അതുപോലെയാണ് സത്യത്തിൽ ഡെറിവേറ്റീവ് ഹാസ് നോ ഇൻഡിപെൻഡൻറ്റ് വാല്യൂ. സ്വതന്ത്രമായിട്ട് ഒരു മൂല്യവുമില്ലാത്ത ഒന്നാണ് ഇത് ഡെറിവേറ്റീവ് എന്നറിയപ്പെടുന്നത്. ഇറ്റ്സ് വാല്യൂ ഡിറൈവ്ഡ് ഫ്രം അനദർ അസറ്റ്. മറ്റൊരു അസറ്റിൽ നിന്നുമാണ് ഈ ഡെറിവേറ്റീവിൻ്റെ വാല്യൂ ഉണ്ടാകുന്നത്. ഓക്കെ, മറ്റൊരു അസറ്റിൽ നിന്നാണ് ഡെറിവേറ്റീവിൻ്റെ വാല്യൂ ഉണ്ടാകുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക അല്ലേ. ഡിറൈവ് എന്ന വാക്കിൽ നിന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇറ്റ് ഹാസ് നോ ഇൻഡിപെൻഡൻറ്റ് വാല്യൂ. ഇതിന് സ്വന്തമായിട്ട് ഒരു ഇതുമില്ല, ഒരു വാല്യൂവും ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഡെറിവേറ്റീവ് എന്ന് പറയുന്ന ഫിനാൻഷ്യൽ പ്രോഡക്റ്റിൻ്റെ വാല്യൂ മറ്റൊരു ഫിനാൻഷ്യൽ പ്രോഡക്റ്റിൽ നിന്നുമാണ് എന്ത് ചെയ്യുന്നത്? ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. ഡെറിവേറ്റീവ്സ് ആർ കോൾഡ് ഡെഫേർഡ് ഡെലിവറി ഇൻസ്ട്രുമെൻറ്റ്സ്, ഡെഫേർഡ് പേയ്മെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്. ശ്രദ്ധിക്കേണ്ട കാര്യം, സാധാരണ സ്പോട്ട് മാർക്കറ്റ് അല്ലെങ്കിൽ ക്യാഷ് മാർക്കറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് റെഡി സെറ്റിൽമെൻറ്റ്, അപ്പോൾ സെറ്റിൽ ചെയ്യുന്ന മാർക്കറ്റുകളുണ്ട്. ആ മാർക്കറ്റുകളെ അപേക്ഷിച്ച് ഡെറിവേറ്റീവ്സ് ആർ ദി ഡെഫേർഡ് ഡെലിവറി ഇൻസ്ട്രുമെൻറ്റ്സ്. ഡെഫേർഡ് ആണ് കാരണം ഡെറിവേറ്റീവ് കോൺട്രാക്റ്റുകൾ അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഫ്യൂച്ചർ ബേസ്ഡ് ആണ്, ഭാവിയെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് ഇപ്പം നടക്കുന്നതല്ല. ഡെറിവേറ്റീവ്സ് മേ ബി 3 months 6 months 1 year അങ്ങനെ ഒരു കാലാവധി ഉണ്ട്, അതിനുള്ളിലേ അത് നടക്കുകയുള്ളൂ ഡെറിവേറ്റീവ് കോൺട്രാക്റ്റുകൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റുകൾ. അതുകൊണ്ട് തന്നെ ഡെഫേർഡ് ഡെലിവറി ഇൻസ്ട്രുമെൻറ്റ്, ഡെഫേർഡ് പേയ്മെൻറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് പറയുന്നത്. അതായത് ഡെറിവേറ്റീവ്സുമായി ബന്ധപ്പെട്ട പേയ്മെൻറ്റ് നടക്കുന്ന എപ്പോഴാണ്? കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ്. ഇൻ ഫ്യൂച്ചറാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഇത്? ഡെഫേർഡ് ഡെലിവറി സെറ്റിൽമെൻ്റ് ആണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം? പറയുവാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെയോ ഡെറിവേറ്റീവ്, എ ബയർ ഓഫ് ഡെറിവേറ്റീവ് ഗെറ്റ്സ് എ റൈറ്റ് ഓവർ ദി അസറ്റ്. ഒരു ഡെറിവേറ്റീവ് പർച്ചേസ് ചെയ്യുന്ന, ഒരു ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന, ഒരു ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ് പർച്ചേസ് ചെയ്യുന്ന ഒരാൾക്ക് മറ്റൊരു ആസ്തിയുടെ മുകളിൽ അവകാശം ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഗെറ്റ്സ് എ റൈറ്റ് ഓവർ ദി അസറ്റ്. അസറ്റിൻ്റെ മുകളിൽ എന്ത് ചെയ്യുന്നു? അവകാശം കിട്ടുന്നു. ദ റൈറ്റ് മേ റിസൾട്ട് ഇൻ ദ ബൈങ് ആൻഡ് സെല്ലിംഗ് ഓഫ് അസറ്റ് ബിഫോർ ഡ്യൂറിങ് സ്പെസിഫിക് പീരീഡ്. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ
ഒരു അസറ്റിനെ വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ ഉള്ള അവകാശമാണ് എന്ത് ചെയ്യുന്നത് അവിടെ കിട്ടുന്നത്. ഓക്കെ. പിന്നെ ഇതിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്ന എപ്പോഴാണ്? കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്താണ്. കോൺട്രാക്റ്റ് നടക്കുന്ന എപ്പോഴാണ്? ഭാവിയിലെ ഏതെങ്കിലും ഡേറ്റിലാണ്, അതായത് ഫ്യൂച്ചർ ഡേറ്റിലാണ്. ഓക്കെ, അതാണ്. സോ ഡെറിവേറ്റീവ് കോൺട്രാക്ട് വിച്ച് ആർ റിട്ടൺ ബിറ്റ്വീൻ ടു പാർട്ടീസ് ഫോർ ഈസി മാർക്കറ്റബിൾ അസറ്റ്. വളരെ എളുപ്പത്തിൽ മാർക്കറ്റ് ചെയ്യാൻ സാധിക്കുന്ന, വിപണനം നടത്താൻ സാധിക്കുന്ന ആസ്തിയുടെ മുകളിൽ രണ്ട് വ്യക്തികൾ കരാറിൽ ഏർപ്പെടുകയാണെങ്കിൽ അതാണ് ഡെറിവേറ്റീവ് കോൺട്രാക്ട്. ഡെറിവേറ്റീവ് കോൺട്രാക്ട്സ് ആർ which are written between two parties for easily marketable asset. ഓക്കെ, ഡെഫേർഡ് പേയ്മെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇവിടെ വേറെ ഡെറിവേറ്റീവിന് വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. എ വെരി സിമ്പിൾ എക്സാമ്പിൾ ഓഫ് ഡെറിവേറ്റീവ് ഈസ് കേർഡ്, അല്ലേ, തൈര്, അല്ലേ, തൈരാണ് ഇവിടെ എക്സാമ്പിൾ. ഇറ്റ് ഈസ് എ ഡെറിവേറ്റീവ് ഓഫ് മിൽക്ക്. പാലിൻ്റെ ഒരു ഡെറിവേറ്റീവായിട്ട് നമുക്ക് എന്തിനെ പറയാം? തൈരിനെ പറയാം. മിൽക്ക് ഈസ് ദ അണ്ടർലൈങ് അസറ്റ്, അല്ലേ, തൈരിൻ്റെ അടിസ്ഥാനം. ഒരു തൈര് ഉണ്ടാക്കണമെങ്കിൽ, കേട് ഉണ്ടാക്കണമെങ്കിൽ ആ തൈരിൻ്റെ അടിസ്ഥാനം ഏതാണ്? പാലാണ്. പാലാണ് അണ്ടർലൈങ് അസറ്റ്. പാലിൽ നിന്നുമാണ് തൈരുണ്ടാക്കുന്നത്. പാലാണ് തൈരിൻ്റെ അണ്ടർലൈങ് അസറ്റ്. അപ്പോൾ ദ പ്രൈസ് ഓഫ് കേർഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി പ്രൈസ് ഓഫ് മിൽക്ക്, അല്ലേ. പാലിൻ്റെ വിലയിൽ ആശ്രയിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? തൈരിൻ്റെ വിലയുള്ളത്. ദ പ്രൈസ് ഓഫ് മിൽക്ക് ടേൺ ഡിപ്പെൻഡ് അപ്പോൺ ദി ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് മിൽക്ക്, അല്ലേ. അതായത് മിൽക്കിൻ്റെ പ്രൈസ് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നത്? മിൽക്കിൻ്റെ ഡിമാൻഡും സപ്ലൈ അനുസരിച്ചിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് ഇതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ പറയാനുള്ളത്. ഇനി നമ്മൾ പറഞ്ഞു ഡെറിവേറ്റീവ്സ് റിസ്കിനെ ഹെഡ്ജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ പറഞ്ഞു, അല്ലേ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡെറിവേറ്റീവ്സിൽ 4 തരത്തിലുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. അതായത് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവിൽ 4 ക്ലാസിഫിക്കേഷനാണുള്ളത്. ഫോർവേഡ്സ്, ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻസ്, സ്വാപ്പ്. ഫോർവേഡ്സ്, ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻസ്, സ്വാപ്പ്, ഇങ്ങനെ 4 കാറ്റഗറിയാണുള്ളത്. ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ആർ മെയിൻലി ക്ലാസിഫൈഡ് ഇൻ ടു 4 categories. ഫസ്റ്റ് വൺ ഫോർവേഡ്സ്, സെക്കൻഡ് വൺ ഫ്യൂച്ചേഴ്സ്, തേർഡ് വൺ ഓപ്ഷൻസ് ആൻഡ് ഫോർത്ത് വൺ സ്വാപ്സ്. ഇങ്ങനെയാണ് തരംതിരിച്ചിട്ടുള്ളത്. ഹെഡ്ജിങ് പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഹെഡ്ജിങ് എന്നാൽ എലിമിനേറ്റിംഗ് റിസ്ക് ആണ് നമ്മൾ പറഞ്ഞു, അല്ലേ. ഡെറിവേറ്റീവ് ഉപയോഗിച്ചിട്ടാണ് ഹെഡ്ജിങ് ചെയ്യുന്നത്. അടുത്ത നോക്കാം, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡെറിവേറ്റീവ്സ്. ഡെറിവേറ്റീവിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? ഒന്നാമത്തത്, ഡെറിവേറ്റീവ്സ് ആർ ദി ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ്ഡ് ഫോർ ഹെഡ്ജിങ് ദ റിസ്ക്. റിസ്കിനെ എലിമിനേറ്റ് ചെയ്യാൻ, ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ആണ് ഡെറിവേറ്റീവ്. രണ്ടാമത്തോ, ഈച്ച് ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ് വിൽ ഹാവ് അണ്ടർലൈങ് അസറ്റ്. ഏതൊരു ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻറ്റിനും ഒരു അണ്ടർലൈങ് അസറ്റ് ഉണ്ടാവും. അതുപോലെ ദ വാല്യൂ ഓഫ് ഡെറിവേറ്റീവ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി വാല്യൂ ഓഫ് അണ്ടർലൈങ് അസറ്റ്. ഒരു ഡെറിവേറ്റീവിൻ്റെ മൂല്യമുണ്ടാകുന്നത് ഒരു അണ്ടർലൈങ് അസറ്റിൻ്റെ വാല്യൂവിൽ നിന്നുമാണ്. പിന്നെയോ, ഇറ്റ് ഹെൽപ്സ് ടു ഗാർഡ് അഗെയിൻസ്റ്റ് അൺസർട്ടനിറ്റീസ് അഗെയിൻസ്റ്റ് ഔട്ട് ഓഫ് ദി ഫ്ലക്ച്വേഷൻ ഇൻ അസറ്റ് പ്രൈസസ്. ഒരു ആസ്തിയുടെ വിലയിലുണ്ടാകുന്ന വ്യതിയാനങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിന്, സുരക്ഷ നൽകുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് ഏത്? ഡെറിവേറ്റീവ് എന്നറിയപ്പെടുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു എലിമിനേറ്റ് ദ പ്രൈസ് റിസ്ക് ബൈ ലോക്കിംഗ് ഇൻ അസറ്റ് പ്രൈസസ്. എന്ത് ചെയ്യുന്നു? ഇത് പ്രൈസ് റിസ്ക്, അല്ലേ, അസറ്റിൻ്റെ വിലയിൽ ആസ്തിയുടെ വില നമ്മൾ ലോക്ക് ചെയ്ത് വെക്കുന്നത് കൊണ്ട് മുന്നേ തന്നെ ഭാവിയിലെ വിൽക്കേണ്ട വില നമ്മൾ ഇന്നേ ലോക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. പ്രൈസ് ലോക്ക് ചെയ്യാണ്, ഇന്ന് തന്നെ ഫിക്സ് ചെയ്ത് വെക്കുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഭാവിയിലെ വിലയിലുണ്ടാകുന്ന റിസ്ക് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഈ ജ്വല്ലറിയിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ അഡ്വാൻസ് ബുക്കിംഗ് ഓപ്ഷൻ ഉണ്ട്, അല്ലേ. കുറച്ച് പൈസ കൊടുത്തിട്ട് എന്ത് ചെയ്യാം? അന്നത്തെ വിലക്ക് എന്ത് ചെയ്യാം? നമുക്ക് സ്വർണം ബുക്ക് ചെയ്തിടാം. ഭാവിയിൽ എന്ത് ചെയ്യാം? നമ്മൾ എന്നാണോ ബുക്ക് ചെയ്തത് അന്നത്തെ വിലക്ക് നമുക്ക് പർച്ചേസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പ്രൈസ് റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടല്ലേ. അതുപോലെ തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതായത് അവിടെ പ്രൈസ് ലോക്ക് ചെയ്തിട്ടാണ്, ആ പ്രൈസിനെ പിന്നെ നമ്മൾ വാങ്ങുള്ളൂ. അതുപോലെ ഇവിടെ അസറ്റിൻ്റെ പ്രൈസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ഇത് ചെയ്തു വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെയോ, ഡെറിവേറ്റീവ് കോൺട്രാക്ട്സ് ആർ ഫുൾഫിൽഡ് ഓർ ട്രാൻസാക്റ്റഡ് ത്രൂ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഡെറിവേറ്റീവ് കോൺട്രാക്റ്റുകൾ സാധാരണ രീതിയിൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള അംഗീകൃത സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലൂടെയാണ് നടക്കുക. ഏത് ഡെറിവേറ്റീവ് ആണെങ്കിൽ? ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ആണെങ്കിൽ. അതായത് ഡെറിവേറ്റീവിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനാണ് ഫ്യൂച്ചർ കോൺട്രാക്റ്റുകൾ, ഫ്യൂച്ചേഴ്സ് എന്നറിയപ്പെടുന്നത്. അത് അംഗീകൃത സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെയാണ് നടക്കുന്നത്. ഇനി അതല്ല, ദർ മേ ബി എ പ്രൈവറ്റ് ബൈലാറ്ററൽ എഗ്രിമെൻറ്റ്. പ്രൈവറ്റ് ആയിട്ടുള്ള ബൈലാറ്ററൽ, പരസ്പരമുള്ള രണ്ട് വ്യക്തികൾ തമ്മിലുള്ള എഗ്രിമെൻറ്റുകൾ ഉണ്ടാവും. അതെവിടെയാണുള്ളത്? ഫോർവേഡ്സിലും സ്വാപ്പിലുമാണ്. ഡെറിവേറ്റീവിൻ്റെ ടൈപ്പായിട്ടുള്ള ഫോർവേഡ്സും സ്വാപ്പും
പ്രൈവറ്റ് ബൈലാറ്ററൽ കോൺട്രാക്റ്റിലൂടെയാണ് ട്രേഡ് ചെയ്യപ്പെടുന്നത്. അല്ലെങ്കിലോ ദേ മേ ബി OTC കോൺട്രാക്റ്റ്, ഓവർ ദ കൗണ്ടർ കോൺട്രാക്റ്റ് ആണ്. ഓപ്ഷൻസ് ഓവർ ദ കൗണ്ടർ കോൺട്രാക്റ്റ് ആണ്. ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഡെറിവേറ്റീവിൻ്റെ ടൈപ്പാണ്. ഓപ്ഷൻസ് ട്രേഡ് ചെയ്യപ്പെടുന്നത് ഓവർ ദ കൗണ്ടർ കോൺട്രാക്റ്റ് ആണ്, സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് പുറത്ത് വെച്ചിട്ടാണ്. പാർട്ടീസ് ഇൻവോൾവ്ഡ് ഇൻ ഡെറിവേറ്റീവ് കോൺട്രാക്ട്സ് മേ ഹാവ് ദെയർ ഓൺ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ. ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് അവരുടേതായ അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും ഉണ്ടായിരിക്കും. ഡെറിവേറ്റീവ്സ് ആർ മോസ്റ്റ്ലി ദി സെക്കൻഡറി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്. ഡെറിവേറ്റീവ്സ് എന്നറിയപ്പെടുന്നത് സെക്കൻഡറി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. കൂടുതലായിട്ടും സെക്കൻഡറി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. പ്രൈമറി മാർക്കറ്റിൽ നിന്നും ഫണ്ട് റൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒന്നല്ല. പിന്നെയോ ഡെറിവേറ്റീവ്സ് ആർ ഓഫ് ബാലൻസ് ഷീറ്റ് ഇൻസ്ട്രുമെൻറ്റ്. ഡെറിവേറ്റീവ് ബാലൻസ് ഷീറ്റിൽ ഉൾപ്പെടാത്ത ഒന്നാണ്. ദ സൈസ് ഓഫ് ഡെറിവേറ്റീവ് ഡിപ്പെൻഡ് അപ്പോൺ ദ നോഷണൽ എമൗണ്ട്. ഡെറിവേറ്റീവിൻ്റെ വലുപ്പം ആ ഡെറിവേറ്റീവിൻ്റെ നോഷണൽ എമൗണ്ട് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. പേ ഓഫ്, ഒരു ഡെറിവേറ്റീവിൽ നിന്നുള്ള പേ ഓഫ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നോഷണൽ എമൗണ്ട് ഉപയോഗപ്പെടുത്തുന്നത്. നോഷണൽ എമൗണ്ട് ഉപയോഗപ്പെടുത്തുന്നത് ഇതിൻ്റെ ബേസിലാണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് തൽക്കാലം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഡെറിവേറ്റീവ് എന്നാൽ എന്താണ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്നാൽ എന്തൊക്കെയാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. താങ്ക് യു.